എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ അവസാന ഏകദിന മത്സരത്തിലും ടീം ഇന്ത്യയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്നത്തെ മത്സരത്തിലും തോറ്റതോടെ 3 മത്സരങ്ങൾ ഉണ്ടായിരുന്ന ഈ ഏകദിന പരമ്പര ശ്രീലങ്ക സ്വന്തമാക്കി. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 50 ഓവറിൽ 248 റൺസാണ് നേടിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് ഇന്നും ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിച്ചില്ല. മത്സരം തോറ്റ ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ശരിക്കും വേദനാജനകമായ ഒരു ദിവസമാണ് ഇന്നത്തേത്. ഇന്നത്തെ മത്സരം വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ അതിന് സാധിച്ചില്ല. ഏറെക്കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീലങ്ക ഇന്ത്യയോട് ഒരു ഏകദിന പരമ്പര വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തോൽവി അത് ഇന്ത്യയ്ക്ക് വലിയ ഒരു ആഘാതം തന്നെയാണ്. ശ്രീലങ്ക വളരെ നന്നായി തന്നെ കളിച്ചു. പ്രത്യേകിച്ചും ദുനിത് വെല്ലലഗെ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തു. കഴിഞ്ഞ മത്സരങ്ങളിലെ അതേ പ്രശ്നമാണ് ഇന്നും ഇന്ത്യക്ക് ഉണ്ടായത്. ബാറ്റിംഗിലെ പ്രതിസന്ധി തന്നെയാണ് അത്. മികച്ച ബാറ്റർമാരുടെ കുറവ് ടീമിൽ നല്ലതുപോലെ ഉണ്ട്, പ്രത്യേകിച്ചും മധ്യനിരയിൽ. ശ്രേയസ് അയ്യർ, ശിവം ദുബെ, KL രാഹുൽ എന്നിവർക്ക് പകരം സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ്, അഭിഷേക് ശർമ്മ തുടങ്ങിയ മികച്ച കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്തിയെങ്കിൽ ഈ പരമ്പര നമ്മൾക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ചും സഞ്ജു സാംസൺ. വളരെ മികച്ച ഒരു കളിക്കാരനാണ് സഞ്ജു. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയെങ്കിലും സഞ്ജുവിന് അവൻ അർഹിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ ടീം മാനേജ്മെന്റ് നൽകണം എന്നാണ്. എന്തായാലും ഈ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതെല്ലാം തന്നെ തിരുത്തി ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചുവരും എന്നും രോഹിത് വ്യക്തമാക്കി. ശ്രീലങ്ക ഇന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലങ്കൻ ബൗളർമാർ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ തകർത്തു കളഞ്ഞു എന്ന് നമുക്ക് പറയാം. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീലങ്ക ഇന്ത്യക്കെതിരെ ഒരു ഏകദിന പരമ്പര സ്വന്തമാക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇത് വലിയ ഒരു വിജയം തന്നെയാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു തോൽവിയും. ഇനി അടുത്ത മാസം നടക്കുന്ന ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള അടുത്ത പരീക്ഷ. അതിൽ ടീം ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.